നാഗമണി. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാവസൻ. ശാസ്തമംഗലം കൊട്ടാരം ഒരു പെൺകുട്ടിയുടെ ശബ്ദത്തിൽ ഉണർന്നു. പൂ വേണോ പൂ? പ്രഭാതത്തിൻ്റെ നിശബ്ദത കീറിമുറിച്ചുകൊണ്ട് ആ ശബ്ദം കൊട്ടാരം മുറ്റത്താകെ മുഴങ്ങി. അവളുടെ ശബ്ദം കേട്ട് അവി കൊട്ടാരം മുറ്റത്തേക്ക് വന്നു. കയ്യിൽ ഒരു പൂക്കൂടയുമായി നിൽക്കുന്ന ഒരു യുവതിയായിരുന്നു അത്. മുല്ലയും റോസാപ്പൂക്കൾ നിറഞ്ഞ കൂടയിൽ നിന്ന് മധുരമായ സുഗന്ധം പരക്കുന്നുണ്ടായിരുന്നു. അവി ആ പെൺകുട്ടിയെ ഒരു നിമിഷം നോക്കിയിരുന്നു. താമരയിലെ പോലെ വട്ടമുഖം, മീൻ പോലെ നീണ്ട കണ്ണുകൾ, വെള്ളി നിരത്തി വെച്ചതുപോലുള്ള കരിമണികൾ അവയിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. ചിരിക്കുമ്പോൾ വിരിയുന്ന മുല്ലമുട്ടുകൾ പോലുള്ള വെളുത്ത പല്ലുകൾ, തുടുത്ത കവിളുകളും നെറ്റിയിലേക്ക് വീണ്ടെടുക്കുന്ന കറുത്ത മുടിയിഴകളും അവളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടി. ഒരു നിമിഷം അവിക്ക് അവളിൽ നിന്ന് കണ്ണെടുക്കാൻ പോലും കഴിഞ്ഞില്ല. മോളെ, പൂ വേണോ? അവൾ വീണ്ടും ചോദിച്ചു. ആ ശബ്ദം കേട്ടപ്പോഴാണ് അവി തൻ്റെ ചിന്തകളിൽ നിന്ന് ഉണർന്നത്. അതെ, വേണം, അവൾ അറിയാതെ പറഞ്ഞു. അവൾ പൂക്കൂടയിൽ നിന്ന് ഒരു മുല്ലമാല എടുത്ത് അവിയുടെ നേരെ നീട്ടി. ചേച്ചി എവിടെ ഉള്ളതാ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. പൂ മേടിച്ചുകൊണ്ട് അവി ചോദിച്ചു. ഞാൻ പുതിയതാ ഇവിടെ, എനിക്കാരുമില്ല. ഞാൻ ഒരു അനാഥയാണ്. ഓരോ വർഷവും ഓരോ സ്ഥലത്താണ് താമസം. ഈ വർഷം ഇവിടെ. ഇതൾ ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ അവിയുടെ മനസ്സിലെന്തോ ഒരു വിഷമം തോന്നി. അപ്പോൾ താമസിക്കുന്നത് എവിടെയാ? അവി ചോദിച്ചു. ഗ്രാമത്തിൻ്റെ അറ്റത്തുള്ള പഴയ വീട്ടിൽ, ആളുകൾ പേടിച്ചു പോകാത്ത ആ വീടില്ലേ, അതാണ് ഇപ്പോൾ എൻ്റെ വീട്. ഇതൾ നിസ്സാരമായി പറഞ്ഞു. ആ പഴയ വീടോ? അവി അത്ഭുതത്തോടെ ചോദിച്ചു. അവിടെ ആരും താമസിക്കാറില്ലല്ലോ. ഇപ്പോൾ ഞാൻ താമസിക്കുന്നുണ്ട്. ഇതൾ വീണ്ടും ചിരിച്ചു. പ്രണവിൻ്റെ ശബ്ദം കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി. പ്രണവ് ഉമ്മറത്തേക്ക് വന്നു. ആരാ മോളെ ഇത്? പ്രണവ് സംശയത്തോടെ ചോദിച്ചു. ഇത് ഇതൾ, ഇവിടെ പുതിയ പൂക്കാരിയാണ്, അവി ചിരിയോടെ പറഞ്ഞു. പ്രണവ് തലയാട്ടിക്കൊണ്ട് അവളെ നോക്കി. ആ നിമിഷം രണ്ടുപേരുടെ കണ്ണുകൾ തമ്മിലുടക്കി. ഒരു നിമിഷം, 2 നിമിഷം, സമയം പോലും നിശ്ചലമായതുപോലെ തോന്നി. ഇതളിൻ്റെ ചിരി പതിയെ മാഞ്ഞു. അവളുടെ കണ്ണുകളിൽ ആശ്ചര്യവും ഭയവും ഒരുമിച്ച് മിന്നി പറഞ്ഞു. അതേസമയം പ്രണവിൻ്റെ നെഞ്ചിലൂടെ ഒരു വിചിത്രമായ വിറയൽ കടന്നുപോയി. ഈ മുഖം, അവൻ്റെ മനസ്സ് എന്തോ ഓർമ്മയ്ക്കാൻ ശ്രമിച്ചു. പക്ഷെ ഓർമ്മകൾ മഞ്ഞുപോലെ വഴുതിപ്പോയി. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രണവ് ചോദിച്ചു. ഇതൾ പെട്ടെന്ന് നോട്ടം മാറ്റി. ഇല്ല, ഒന്നുമില്ല, അവൾ പറഞ്ഞെങ്കിലും അവളുടെ വിരലുകൾ ഇറക്കുന്നുണ്ടായിരുന്നു. അത് പ്രണവ് ശ്രദ്ധിച്ചു. നീ ഇവിടുത്തെ ആളല്ലല്ലോ? അവൻ വീണ്ടും ചോദിച്ചു. അല്ല, ഞാൻ പുതുതായി വന്നതാണ്. വീട്ടുകാർ? ഒരു നിമിഷം മൗനമായ ശേഷം ഇതൾ മൃദുവായി പറഞ്ഞു. എനിക്കാരുമില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ പ്രണവിൻ്റെ മുഖം വാടി. എന്നാൽ ശരി, നാളെ കാണാം. ഒരു പുഞ്ചിരിയോടെ ഇതൾ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു പോകാൻ പോയതും ഒരു നിമിഷം അവൾ പ്രണവിനെ നോക്കി. ആ നോട്ടത്തിൽ എന്തോ ഉണ്ടായിരുന്നു. പരിചയമോ പരാതിയോ? പ്രണവിന് മനസ്സിലായില്ല. പക്ഷേ ആ കണ്ണുകളിൽ നിന്ന് നോട്ടം മാറ്റാൻ അവനും കഴിഞ്ഞില്ല. എന്താ? അവി ചിരിച്ചോണ്ട് ചോദിച്ചു. ഒന്നുമില്ല, ഇതൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഇതൾ പോയതും അവി പ്രണവിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു. കേട്ടോ, എന്തെങ്കിലും ഉണ്ടോ മനസ്സിൽ? അവൾ കളിയാക്കി ചോദിച്ചു. എന്തുണ്ടോ എന്ന്? പ്രണവ് പൊരിക ഉയർത്തി. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ എന്തേലും? അവി കണ്ണിറക്കി കാണിച്ചു. ഒന്ന് പോയടി കോപ്പേ. പ്രണവ് ചിരിച്ചുകൊണ്ട് അടിക്കാൻ കൈ വാങ്ങി. അയ്യോ, സത്യം പറഞ്ഞാൽ അടിക്കുവോ? അവി ചിരിച്ചുകൊണ്ട് പിന്നിലേക്ക് മാറി. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇല്ല, പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു പെൺകുട്ടി വന്നിട്ട് ഏട്ടൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. ഞാൻ നോക്കിയെന്നോ? അല്ലേ, പൂക്കാരി പോയിട്ടും അവൾ നടന്ന വഴിയിലേക്കല്ലേ നോക്കിയെന്നത്? അവി പൊട്ടിച്ചിരിച്ചു. പ്രണവ് ഒരു നിമിഷം മിണ്ടാതിരുന്നു. എന്തായാലും ആ കുട്ടിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, പ്രണവ് അറിയാതെ പറഞ്ഞു. ഓഹോ, പ്രത്യേകതയും കണ്ടുപിടിച്ചോ? അവി വീണ്ടും കളിയാക്കി. അല്ലടി, അവളെ കണ്ടപ്പോൾ എന്തോ എവിടെയോ കണ്ട പരിചയം പോലെ തോന്നി. പ്രണവിൻ്റെ മുഖത്തെ ചിരി പതിയെ മങ്ങി. പക്ഷെ എവിടെയാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അവിയും അത് കേട്ട് ഗൗരവമായി. എനിക്കും അതുപോലെ തോന്നിയേട്ടാ. അവളുടെ കണ്ണുകൾ കണ്ടപ്പോൾ എന്തോ ഒരു വിഷമം തോന്നി. ആ, എന്തായാലും ആട്ടെ, നമുക്ക് നമ്മുടെ പണി നോക്കാം. അവി ചിരിച്ചുകൊണ്ട് പൂ തലയിൽ വെച്ചു. എന്നെ കളിയാക്കാൻ കിട്ടിയ ഒരു അവസരം പോലും നീ വിടില്ലല്ലോ.
അതിന് ഏട്ടൻ തന്നെയല്ലേ കാരണം എന്ന് പറഞ്ഞ് അവൾ ഓടിപ്പോയി. പ്രണവ് ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കിയിരുന്നു. ആ രാത്രി ഗ്രാമം മുഴുവൻ ഉറക്കത്തിലായിരുന്നു. ചന്ദ്രന്റെ മങ്ങിയ വെളിച്ചത്തിൽ നാഗമണി പതിയെ തൻ്റെ പഴയ വീടിൻ്റെ അടുത്തേക്ക് നടന്നു. വർഷങ്ങൾക്ക് മുമ്പ് അവൾ ജീവിച്ചിരുന്ന വീട് ഇപ്പോൾ പകുതിയും തകർന്നു കിടക്കുന്നു. വീടിൻ്റെ മുന്നിലെ മാവും പഴയ ഊഞ്ഞാലും ഇപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അല്പദൂരം നിന്ന് അവൾ ആ വീടിനെ നോക്കി. അവളുടെ കണ്ണുകളിൽ തൻ്റെ ബാല്യം തെളിഞ്ഞു. അച്ഛൻ്റെ കൈപിടിച്ച് മുറ്റത്തോടി നടന്ന ദിവസങ്ങൾ, അമ്മയുടെ മടിയിൽ കിടന്ന് കഥകൾ കേട്ട രാത്രികൾ, മഴ പെയ്യുമ്പോൾ കൂട്ടുകാരോടൊപ്പം കളിച്ച നിമിഷങ്ങൾ എല്ലാം ഒരു സിനിമ പോലെ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മേ, അവൾ പതിയെ മന്ത്രിച്ചു. ഒരിക്കൽ കൂടി നിങ്ങളുടെ മടിയിൽ കിടക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഒരു കണ്ണീർ തുള്ളി കവിളിലൂടെ ഒഴുകി. അപ്പോഴാണ് വീടിനുള്ളിൽ നിന്ന് ഒരു ചെറിയ വെളിച്ചം കണ്ടത്. നാഗമണി ഞെട്ടി. ഈ വീട്ടിൽ ആരാ? അവൾ സൂക്ഷിച്ചുകൊണ്ട് അടുത്തേക്ക് നീങ്ങി. ജനലിലൂടെ അകത്തേക്ക് നോക്കിയ നാഗമണി ഒരു നിമിഷം നിശ്ചലയായി. അകത്തൊരു വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്ന് പഴയൊരു ഫോട്ടോ നോക്കിയായിരുന്നു ഇതൾ. ആ ഫോട്ടോയിലുണ്ടായിരുന്നത് ചെറുപ്പത്തിലെ നാഗമണിയും അവളുടെ മാതാപിതാക്കളുമായിരുന്നു. നാഗമണിയുടെ കണ്ണുകൾ സംശയത്തോടെ ചുരുങ്ങി. എൻ്റെ വീട്ടിൽ ഇത്ര ധൈര്യത്തോടെ താമസിക്കുന്ന ഈ കുട്ടി ഏതാ? നാഗമണി സംശയത്തോടെ ജനലിലൂടെ അകത്തേക്ക് നോക്കി. ഇതൾ അപ്പോഴും ആ പഴയ ഫോട്ടോയിൽ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഭയമോ പരിഭ്രമമോ ഉണ്ടായിരുന്നില്ല. മറിച്ച് ആ വീടിൻ്റെ യഥാർത്ഥ അവകാശിയുടേതുപോലുള്ള ഒരു ശാന്തത. അത് നാഗമണിയെ കൂടുതൽ അസ്വസ്ഥയാക്കി. ഈ വീട് കണ്ടാൽ ഗ്രാമക്കാർ പോലും പേടിക്കും, പക്ഷെ ഇവൾക്ക് ഒരു പേടിയില്ല, നാഗമണി മനസ്സിൽ പറഞ്ഞു. പെട്ടെന്ന് ഇതൾ തല ഉയർത്തി ജനലിലേക്ക് നോക്കി. നാഗമണി ഞെട്ടി പിന്നിലേക്ക് മാറി. എന്നാൽ ഒരു നിമിഷം കഴിഞ്ഞ് വീണ്ടും സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇതൾ ചെറുതായി പുഞ്ചിരിക്കുന്നതായി അവൾ കണ്ടു. അടുത്ത ദിവസം ഇതൾ അമ്പലക്കുളക്കടവിലിരുന്നു. അമ്പലക്കുളത്തിൻ്റെ കടവിലിരുന്ന് ഇതൾ ദൂരെ ആളുകൾ പോകുന്നതും വരുന്നതും നോക്കി മൗനമായി ഇരിക്കുകയായിരുന്നു. രാവിലെ സൂര്യപ്രകാശം വെള്ളത്തിൽ സ്വർണ്ണ നിറമായി തിളങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവളുടെ മനസ്സിലേക്ക് എത്തിയില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കയ്യിൽ പിടിച്ചിരുന്ന ഒരു ചെറിയ ഇലയെ അറിയാതെ ഞെരിച്ചുകൊണ്ട് അവൾ എന്തോ ആലോചിക്കുകയായിരുന്നു. ഇതൾ പെട്ടെന്നാരോ വിളിച്ചപ്പോൾ അവൾ ഞെട്ടി പിടഞ്ഞെഴുന്നേറ്റു. മുന്നിൽ അവിയെ കണ്ടതും അവൾ പുരികം ചുരുക്കി. നീയായിരുന്നോ? അതെ, ഞാൻ തന്നെയാ. അബി അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? ഒന്നുമില്ല. കള്ളം. അബി അവളെ സൂക്ഷിച്ചു നോക്കി. കരഞ്ഞല്ലേ? ഇതൾ പെട്ടെന്ന് മുഖം തിരിച്ചു. ഇല്ല. എന്നെ നോക്കി പറയേ. ഇതൾ ഒന്നും മിണ്ടിയില്ല. കുറച്ചുനേരം ഇരുവരും മൗനമായി നിന്നു. ശേഷം അബി പതിയെ അവളുടെ അടുത്തേക്ക് ഇരുന്നു. ചിലപ്പോൾ മനസ്സിലുള്ള വിഷമം ആരോടെങ്കിലും പറഞ്ഞാൽ കുറയും. ഇതൾ ഒരു നിമിഷം അവളെ നോക്കി. ആ മുഖത്ത് കാവട്യൊന്നും കണ്ടില്ല, വെറും കരുതൽ മാത്രം. എനിക്ക് ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെന്ന് തോന്നും, ഇതൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അബിയുടെ മുഖം മൃദുവായി. എല്ലാവർക്കും അങ്ങനെ തോന്നുന്ന സമയമുണ്ടാകും, പക്ഷെ എനിക്ക് ആരുമില്ല. അവളുടെ ശബ്ദം വിറച്ചു. ഉണ്ടല്ലോ. അബി പുഞ്ചിരിച്ചു. ഇപ്പോൾ ഞാനുണ്ടല്ലോ. ആ വാക്കുകൾ കേട്ടതും ഇതൾ കുറച്ച് നിമിഷം മിണ്ടാതെയിരുന്നു. ശേഷം അറിയാതെ ഒരു കണ്ണുനീർത്തുള്ളി അവളുടെ കവിളിലൂടെ ഒഴുകി. നീ എന്തിനാ എന്നോടിത്ര? ഇതൾ ചോദിച്ചു. അബി ചിരിച്ചു. അതെനിക്കും അറിയില്ല. നിന്നെ കണ്ടപ്പോൾ എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാ തോന്നിയത്. ആ വാക്കുകൾ കേട്ടതും ഇതളിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. എനിക്കും ആരുമില്ല. അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി. ശാസ്തമംഗലം കൊട്ടാരത്തിലെ ഇളയ മകളായിരുന്നു എൻ്റെ അമ്മ, മലർ. ഒരു വേലക്കാരനോട് തോന്നിയ പ്രണയം, അത് കൊട്ടാരക്കാർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അമ്മയെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി. ലാളിച്ചും സ്നേഹിച്ചും വളർത്തിയ മകളെ ഒരു ദിവസം കൊണ്ട് അന്യയാക്കി. പിന്നെ അച്ഛനും അമ്മയും മാത്രമായിരുന്നു അവരുടെ ലോകം. അതിനിടയ്ക്കാണ് ഞാൻ ജനിച്ചത്. പക്ഷെ സന്തോഷം അധികാലം നീണ്ടില്ല. അച്ഛൻ പെട്ടെന്ന് മരിച്ചു. അന്ന് ഞങ്ങൾ രണ്ടുപേരും ലോകത്ത് ഒറ്റപ്പെട്ടു പോയതുപോലെ തോന്നി. അബി ഒരു നിമിഷം നിർത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നെ വളർത്താൻ. തുന്നൽ ജോലിക്കും വീടുകളിൽ പണിക്കുമൊക്കെ പോയിട്ടുണ്ട്. പല രാത്രികളിലും ഭക്ഷണം പോലും കഴിക്കാതെ എന്നെ ഊട്ടിയിട്ടുണ്ട്. ഇതൾ മൗനമായി കേട്ടിരുന്നു. അമ്മ എപ്പോഴും പറയുമായിരുന്നു, ഒരു ദിവസം നമ്മൾ ശാസ്തമംഗലത്ത് തിരിച്ചു പോകുമെന്ന്. പക്ഷേ ആ ദിവസം വന്നില്ല. അബിയുടെ ശബ്ദം പതറി.
മാധവമ്മാവൻ ഞങ്ങളുടെ അവസ്ഥ കണ്ട് കൊട്ടാരത്തിൽ ആർക്കും വേണ്ടതിട്ടിരുന്ന ഒരു പഴയ മുറി ഞങ്ങൾക്ക് തന്നു. കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. എങ്കിലും മഴയും വെയിലും കൊള്ളാതെ കഴിയാൻ ഒരിടം കിട്ടിയതിൽ അമ്മ സന്തോഷിച്ചിരുന്നു. അമ്മ എപ്പോഴും പറയും, ഈ കൊട്ടാരം നമ്മുടെ വീടായിരുന്നു ഒരു കാലത്ത്. പക്ഷെ ചില വിധികൾ മനുഷ്യനെ സ്വന്തം വീട്ടിൽ പോലും അന്യനാക്കും. അന്ന് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായിരുന്നില്ല. അബി ഒരു നിമിഷം നിർത്തി. കുളത്തിലെ വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ട് അവൾ തുടർന്നു. അവസാനം മാധവമ്മാവന് മരിച്ചു. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഒറ്റപ്പെട്ടു പോയെന്ന് കരുതി. പക്ഷേ അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇന്നലെ കണ്ടില്ലേ പ്രണവേട്ടനെ? എല്ലാവരും ആറ്റി നിർത്തി ഞങ്ങളെ തിരികെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ഏട്ടനാണ്. ഇതൽ മൗനമായി കേട്ടിരുന്നു. ആദ്യം എനിക്ക് പേടിയായിരുന്നു. പക്ഷേ ഏട്ടൻ ഒരിക്കലും ഞങ്ങൾ അന്യരായി കണ്ടിട്ടില്ല. ഇത് നിങ്ങളുടെ വീടും കൂടിയാണ് എന്ന് പറഞ്ഞപ്പോൾ അബിയുടെ ശബ്ദം ഇടറി. എല്ലാവരും ഒരിക്കൽ അനാഥരാകും. ജീവിതം അങ്ങനെയാ. എന്നാൽ ശരി അബി, ഞാൻ പൊയ്ക്കോട്ടെ, സമയമായി. ഇതളൊരു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അബിയും ഒപ്പം എഴുന്നേറ്റു. ഒരു നിമിഷം മടിച്ചതിന് ശേഷം പെട്ടെന്നവൾ ഇതളിനെ ആലിംഗനം ചെയ്തു. അപ്രതീക്ഷിതമായ ആ സ്നേഹപ്രകടനത്തിൽ ഇതളൊന്ന് ഞെട്ടി. വർഷങ്ങളായി ആരും അവളെ എങ്ങനെ ചേർത്ത് പിടിച്ചിട്ടില്ലായിരുന്നു. അബിയുടെ തോളിൽ മുഖം ചേർത്ത് നിന്നപ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. എന്താ? അബി ചിരിയോടെ ചോദിച്ചു. ഒന്നുമില്ല, ഇതൾ പതിയെ പറഞ്ഞു. നീ നല്ല കുട്ടിയാ അബി. അതെനിക്കറിയാം, അബി കളിയായി പറഞ്ഞു. രണ്ടുപേരും ചിരിച്ചു. പക്ഷെ അടുത്ത നിമിഷം അബി ഗൗരവത്തോടെ അവളെ നോക്കി. ഇതൾ, നിനക്ക് എപ്പോഴെങ്കിലും ആരോടെങ്കിലും സംസാരിക്കണം തോന്നിയാൽ എൻ്റെ അടുത്ത് വരണം. ആ വാക്കുകൾ കേട്ടപ്പോൾ ഇതളിൻ്റെ ഹൃദയം ഒന്ന് വിങ്ങി. വരും, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. പിന്നെ അബിയുടെ കവിളിൽ മെല്ലെ തൊട്ട് തിരിഞ്ഞു നടന്നു. അവൾ കുറച്ചു ദൂരം നടന്ന ശേഷം തിരിഞ്ഞു നോക്കി. അമ്പലക്കുളക്കടവിൽ നിന്നുകൊണ്ട് അബി അവൾക്ക് കൈവീശി. ഇതളും പുഞ്ചിരിച്ചു. എന്നാൽ അവൾ തിരിഞ്ഞു നടന്നതും ആ പുഞ്ചിരി പതിയെ മാഞ്ഞു. പ്രണവിനോട് അബി പറഞ്ഞു, ഏട്ടാ, ആ ഇതൾ പാവമല്ലേ, ആരുമില്ലാത്തൊരു കുട്ടി. പ്രണവ് തലയാട്ടിക്കൊണ്ട് ഫോണിൽ നോക്കിയിരുന്നു. ആ പഴയ വീട്ടിലല്ലേ താമസം, നമുക്കിവിടെ കൊണ്ടുവന്നാലോ? അബി പേടിയോടെ ചോദിച്ചു. പ്രണവ് ഒരു നിമിഷം ഫോൺ താഴെ വെച്ച് അബിയെ നോക്കി. ആ നോട്ടം കണ്ടതും അബി വേഗം പറഞ്ഞു, വേണ്ടേ വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. അവൾ തലചൊറിഞ്ഞു. കുറച്ചു സമയമായതും പ്രണവ് പൊട്ടിച്ചിരിച്ചു. അയ്യോ ദൈവമേ, നീ എന്തിനാ എങ്ങനെ പേടിക്കുന്നത്? പിന്നെ ഏട്ടൻ ദേഷ്യപ്പെടുന്നു വിചാരിച്ചു. ഞാനത്ര പേടിപ്പിക്കുന്ന ആളാണോ? ചില സമയത്ത് അബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കൊള്ളാം. പ്രണവ് വീണ്ടും ചിരിച്ചു. ശേഷം കുറച്ചുനേരം ആലോചിച്ച് അവൻ പറഞ്ഞു, സത്യത്തിൽ എനിക്കും ഇന്നലെ മുതൽ ആ കുട്ടിയെക്കുറിച്ച് ആലോചന ഉണ്ടായിരുന്നു. അബിയുടെ കണ്ണുകൾ വിടർന്നു. ശരിക്കും? ആരുമില്ലാത്തൊരു കുട്ടി ആ പഴയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത് എനിക്കിഷ്ടമായില്ല. അപ്പോൾ അവൾക്ക് സമ്മതമാണെങ്കിൽ ഇവിടെ താമസിക്കട്ടെ. അബി സന്തോഷത്തിൽ തുള്ളിച്ചാടി. കേട്ടാ, സത്യമാണോ? അതെ. ഏയ്, അവൾ കുഞ്ഞുങ്ങളെപ്പോലെ കൈയടിച്ചു. പക്ഷെ ഒരു കാര്യം, പ്രണവ് ഗൗരവത്തോടെ പറഞ്ഞു, അവൾക്കിത് ഒരു ദാനമോ ഉപകാരമോ ആയി തോന്നരുത്. ഈ വീട്ടിൽ താമസിക്കാൻ അവൾക്ക് അവകാശമുണ്ട് എന്ന് തോന്നണം. അബി പുഞ്ചിരിച്ചു. അതുകൊണ്ടല്ലേ എനിക്ക് എൻ്റെ ഏട്ടനെ ഇഷ്ടം. ഓ മതി മതി, ഇനി പോയി അവളെ കൂട്ടിക്കൊണ്ടുപോവാ. ഇപ്പോൾ തന്നെ പോവാം. അബി ഓടാൻ തുടങ്ങിയതും പ്രണവ് വിളിച്ചു. അബി, എന്താ? ആദ്യം അവളോട് ചോദിക്കേ, അവൾക്ക് ഇഷ്ടമാണോ എന്ന്. ശരിയേട്ടാ. അബി ഓടിപ്പോയി. അവൾ കണ്ണിൽ നിന്ന് മറഞ്ഞതും പ്രണവ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അറിയാതെ ഒരു പുഞ്ചിരി അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു. ഇതൾ. ആ പേര് മനസ്സിൽ ഉരുവിട്ടപ്പോൾ എന്തുകൊണ്ടോ അവൻ്റെ നെഞ്ചിൽ ഒരു വിചിത്രമായ ശാന്തത നിറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്ന് മാത്രം അവനിപ്പോഴും മനസ്സിലായിരുന്നില്ല. തുടരും.